ഹലോ, അസ്സാം വലൈക്കും. ഇന്നത്തെ വീഡിയോ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയുടെ പാർട്ട് 2 ആണ്. പാർട്ട് 2 എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ കുറച്ച് സ്മോൾ ബിസിനസ് ഓണേഴ്സിന് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ കമൻ്റ് ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങളുടേത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്തുതരാം. ഇതിൽ ഇപ്പോൾ ചെയ്തിട്ടുള്ള വർക്കിൻ്റെ ഡീറ്റെയിൽസാണ് പറയുന്നത്. ഇത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് 10 പോളറോയിഡ്സ് മിനി ഫ്രെയിം. ഇത് വരുന്നൊരു കോംബോ ആണ്. ഇതിൽ നമ്മൾ വിഷസ് കാർഡ് എന്താ കോംപ്ലിമെൻ്ററി ആയിട്ട് ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. അത് ഏത് 199 കോംബോ ആര് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെക്കും വിഷസ് കാർഡ് നമ്മുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് കഴിഞ്ഞ് വീഡിയോസൊക്കെ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യണം കൊടുക്കണമായിരുന്നു കൊടുങ്ങല്ലൂർ വരെ. ആ കൊച്ചു സ്കൂളിൽ പോകുമ്പോൾ വന്ന് വാങ്ങിക്കാനായിരുന്നു. കോളേജിലോ മറ്റോ പഠിക്കുന്നത്. അപ്പോൾ വാങ്ങിക്കാനായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് കൊണ്ടുപോയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ കുട്ടി വന്നു. എന്നിട്ട് ആ കൊച്ചിന് കൊടുത്തിട്ട് എനിക്കൊരു സെല്ലോ ടേപ്പ് വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അതും വാങ്ങിച്ച് ഞാൻ വീട്ടിലോട്ട് പോന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വർക്ക് ചെയ്യാണ്. അത് എൻ്റെ ഇത്താത്ത പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഹാമ്പറാണ്. ആൾ തന്ന ഓർഡറാണ് കേട്ടോ. അളിയന് കൊടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യിപ്പിച്ചാണ്. ഇത്താത്താടെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വൈഫും മോനും കൂടെ ഗൾഫിലോട്ട് പോകുന്നുണ്ട്. അവർ ഡിസംബർ 1 പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് തന്നെ ഇതൊക്കെ റാപ്പ് ചെയ്ത് കൊടുത്തയച്ചു. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നതും ഡിസംബർ 17 മുമ്പാണ്. ഒരു ഡിസംബർ 9 ആ ഒരു ഡേറ്റിനാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അവരുടെ ആനിവേഴ്സറി. ഡിസംബർ 17 അവരുടെ ആനിവേഴ്സറി വരുന്നത്. അപ്പോൾ ഡിസംബർ 16 17 ആയിരിക്കും അളിയൻ്റെ കയ്യിൽ അവരത് കൊടുക്കുക. അപ്പോൾ കൊടുത്തു കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് മുൻപത്തെ അതായത് ഇനി വരുന്ന രീതിക്ക് സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടീഷർട്ട് അത് ഞാൻ ഇത്താത്തയും കൂടെയൊക്കെ തന്നെ പോയി എടുത്തതാണ്. ഇത്താത്തക്ക് ഇഷ്ടമായിട്ടുള്ളത്. പിന്നെ ഒരു മിനി ബൊക്കെ, പിന്നെ റിംഗ് ആൽബം, അതുപോലെ തന്നെ കസ്റ്റമൈസ്ഡ് വിഷസ് കാർഡ്, പിന്നെ ഒരു ലെറ്റർ ഇത്താത്താനോട് എന്നല്ല ആരോടും ഞാൻ പറയാറുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞാൽ നമ്മൾ എഴുതി വെക്കുക പ്രിൻ്റ് ചെയ്ത് വെക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത് ഇത്താത്താക്ക് തന്നെ കൈ കൊണ്ട് എഴുതിയിട്ട് വെക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായി. വീട്ടിലായതുകൊണ്ട് തന്നെ ഞാൻ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ഇത്താത്താനോട് ഞാൻ പറഞ്ഞു എഴുതി തന്നാൽ മതി ഞാൻ വെച്ചോളാന്ന് പറഞ്ഞ് തന്നപ്പോൾ എന്ത് ചെയ്തു ഇത്താത്ത റൗണ്ട് ചെയ്ത് തന്നു. ഞാനത് ടൈ ചെയ്തിട്ട് അങ്ങനെ വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ആനിവേഴ്സറി ഹാമ്പർ ഇവിടെ റെഡിയായി. മുൻപ് ചെയ്തിരുന്ന 199 കോംബോ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒരു കൂട്ടുകാരിയും വേറൊരു കൂട്ടുകാരിക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് അതായിരുന്നു ആ ഒരു ഹാമ്പർ. പിന്നെ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടീഷർട്ട് ഹാമ്പർ ഗൾഫിലേക്കാണ് കൊടുത്തു വിടണമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ പെട്ടിയിൽ വെക്കുമ്പോൾ മറ്റ് സാധനങ്ങളൊക്കെ വെച്ച് അതിൻ്റെ മുകളിലാകുമ്പോൾ അമ്മയ്ക്ക് പോകാതിരിക്കാൻ ഷർട്ടൊക്കെ നല്ല രീതിക്ക് ഒരു പോളിത്തീൻ കവർ യൂസ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ വെച്ചു. കാർഡും അതുപോലെ തന്നെ ലെറ്ററൊക്കെ. അത് കഴിഞ്ഞ് ഈ താത്തയും ഞാനും കൂടെ തന്നെയാണ് പാക്ക് ചെയ്തത്. അതിൻ്റെ ചെറിയൊരു പോർഷനാണ് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയത്. അത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് താത്ത അതുകൊണ്ട് പോയി. പിന്നെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കൊറിയർ അയക്കാനുള്ള ഒരു ഹാമ്പറായിരുന്നു. അത് ഒരു 299 ഹാമ്പറാണ്. ഒരു മിനി ഫ്രെയിം, 10 ഫോട്ടോസ് വരുന്ന റിംഗ് ആൽബം, ഒരു വിഷസ് കാർഡ്, കസ്റ്റമൈസ്ഡ് വിഷസ് കാർഡാണത്. പിന്നെ 2 ചോക്ലേറ്റ് 10ൻ്റെ, അത് ഒരു ഡയറി മിൽക്കും ഒരു കിറ്റ്കാറ്റും വെച്ചോളാൻ പറഞ്ഞു. പിന്നെ നമ്മളുടെ ബോക്സ് ഹാപ്പി ബർത്ത്ഡേ കൊടുത്തിട്ടുള്ളൊരു ബോക്സ്. പിന്നെ അത് കഴിഞ്ഞ് ഇത് പാക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ ഫുൾ എടുത്തിട്ടുണ്ട്. അത് ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ യൂസ്ഫുള്ളാവും. അത് മാത്രം നിങ്ങൾക്ക് പെട്ടെന്ന് കാണണം എന്നൊക്കെ ഉണ്ടെങ്കിലേ. അപ്പോൾ അങ്ങനെ പാക്ക് ചെയ്തിട്ട് ഞാനത് കൊറിയർ അയക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഹാമ്പർ മേക്ക് ചെയ്തിട്ടുള്ളത് കാർബണിൻ്റെ കളർ വരുന്ന ചാർട്ട് പേപ്പർ വാങ്ങിച്ചിട്ട് അതുകൊണ്ട് മേക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഹാമ്പർ നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഇത് ഇയർ എൻഡിങ് ഓഫർ പ്രമാണിച്ചിട്ട് ഫ്രീ ഷിപ്പിംഗ് ഓൾ ഓവർ കേരള നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ തന്നൊരു ഓർഡറാണ് കേട്ടോ. ആ ചേച്ചിനോട് അതിന് മുമ്പ് തന്നെ ചോദിച്ചു മെസ്സേജ് ഒരു ബർത്ത്ഡേ ഹാമ്പറിന് എത്രയാവും, അപ്പോൾ ആർക്കാണ് എത്ര ഇയറുള്ള ആൾക്കാരെന്നൊക്കെ ചോദിച്ചപ്പോൾ 6 ഇയർ ബോയ്ക്കാന്ന് പറഞ്ഞു. പിന്നീട് അന്നല്ല അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഹാമ്പറിന് കോമ്പോസിനൊക്കെ ഇയർ എൻഡിങ് ഓഫർ ഇട്ടത്. അപ്പോൾ ആ ടൈം ചേച്ചി പേയ്മെൻറ്റൊക്കെ അന്ന് നൈറ്റ് തന്നെ ചെയ്ത് ഫോട്ടോസ് അയച്ചെന്ന് ഓർഡർ കൺഫേം ആക്കി. അങ്ങനെ ഹാമ്പർ സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അഡ്രസ്സൊക്കെ എഴുതി നമ്മളൊന്ന് പാക്ക് ചെയ്ത് സെലോ ടേപ്പും കൊടുത്തിട്ട് കൊറിയർ അയക്കാൻ പോയി. കൊറിയറൊക്കെ അയച്ച് ഞാൻ തിരിച്ചു പോന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.